അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് അരവിന്ദിന്റെ മക്കളുടെയും വിശേഷങ്ങളൊക്കെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഞാൻ അരവിന്ദിന്റെ മക്കളുടെയും കഥകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ള ഒരു കാര്യം കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗംഗയുടെ സിനൂപിന്റെ വിവാഹം നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൃത്യസമയത്ത് തന്നെയാണ് ഒരു ചെറുക്കം കൊച്ച് ഓടി വന്ന് അച്ചാന്ന് വിളിച്ചോണ്ട് സിനൂപിനെ കെട്ടിപ്പിടിക്കുന്നത്. അങ്ങോട്ട് അവൻ ഓടി വരുന്ന സമയത്ത് തട്ടമൊക്കെ തട്ടി എറിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തും തട്ടമൊക്കെ കൈമാറുന്ന സമയമായിരുന്നു. അപ്പോഴേക്കുമാണ് അവന്റെ വരവ്. ഈ സമയത്ത് ഒരു നിമിഷം ശാരദയൊക്കെ ഞെട്ടിപ്പോയി. ശാരദയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലായില്ല ഈ കുട്ടി ഏതാണെന്ന്. ഒരു 7-8 വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടിയാണത്, ഒരാൺകുട്ടി. അങ്ങനെ സിനുവിന്റെ മടിയിലേക്ക് കയറിന്നിട്ട് അവൻ പറഞ്ഞു, അതെ എനിക്ക് ഗെയിം കളിക്കാൻ ഫോണൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് സിനുവിനെ. അപ്പോഴേക്കും ശാരദ ബാക്കിയെല്ലാവരും പരസ്പരം നോക്കുക. അവർക്ക് ആരാ എന്താണെന്നും മനസ്സിലായില്ല. ജയബാലിന്റെ മുഖത്ത് രക്തമയോ ഇല്ലായിരുന്നു. ഒരു നിമിഷം ജയബാലൻ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ശാരദ ചോദിച്ചു, അല്ല ഇതേതാ, ഈ കുട്ടി ഏതാന്ന് ചോദിച്ചു. അച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. കാവേരി പറഞ്ഞു, അതെ അച്ചാന്ന് വിളിച്ചോണ്ട് ഓടി വന്ന് മടിയിൽ കയറി ഇരിക്കണമെങ്കിൽ അത് വെറുതെ ഒരു ബന്ധമായിരിക്കില്ലോ, ആരാ എന്താന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും സിനൂമിന്റെ അമ്മാവൻ പറഞ്ഞു, അല്ല അപ്പൊ നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് ചോദിച്ചു. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങള്? ഇത് സിനൂബിന്റെ മോനാന്ന് പറഞ്ഞു. സിനൂബിന്റെ മോനോ? നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അതെ സിനൂബിന്റെ മകനാ. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. സിനുവിന്റെ അമ്മ ജയപാലനെ നോക്കി. ജയപാലൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ശാരദയെ മക്കളെ നോക്കണ. കാവേരി എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ ഇത്? കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുള്ളതാണെന്ന് ചോദിച്ചു. ശാരദ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മ എന്ത് കണ്ടിട്ടാ? പെട്ടെന്ന് കാവേരി ചോദിച്ചു, അല്ല ഈ കുട്ടി ഇയാളുടെ കുട്ടിയാണോന്ന് ചോദിച്ചു. ജയപാലൻ പറഞ്ഞു, അത് പിന്നെ കാവേരി സിനുവിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതായിരുന്നു. സിനുവിന്റെ ഭാര്യ മരിച്ചുപോയി. ഇത്രയും കാലം അയാളെ വിവാഹം കഴിക്കാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങണത്. അത് ഗംഗയെ കണ്ട് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞു. സഹിക്കാൻ പറ്റിയില്ല കാവേരിക്ക്. കാവേരിച്ചു, നിനക്ക് നാണമുണ്ടോ? നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശാരദ ചോദിച്ചു, എന്താ ജയപാലായിട്ട് അത്? ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ എൻ്റെ മോളുടെ വിവാഹം നടത്താനായിട്ട് നിങ്ങൾ ഒരുങ്ങിയെന്ന് ചോദിച്ചു. ശാരദ, അത് പിന്നെ ആദ്യത്തെ വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ സാവകാശം അതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. എന്ത്? ഇതൊക്കെയാണോ സാവകാശം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരദയും ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും സിനൂപിന്റെ അമ്മാവൻ പറഞ്ഞു, അല്ല അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന് ചോദിച്ചു. ജയപാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്നേ, അത് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല, അതെന്റെ കയ്യിലെ തെറ്റാന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, ജയപാലേട്ടാ നടക്കാൻ പോകുന്ന കാര്യമില്ല. കാവേരിക്കാണ് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. ഗംഗയൊക്കെ വല്ലാത്തൊരു ഞെട്ടൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നിവിൻ വിനീതിനോട് ചോദിച്ചു, എൻ്റെ വിനീതെ ഇതെന്തേ കാണുന്നതെന്ന് ചോദിച്ചു. അതേ എനിക്ക് മനസ്സിലാത്ത, എന്നാലും നിന്റെ അമ്മാവനാൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. ഒരു 2ാം കെട്ടുകാരനെ കൊണ്ട് ഗംഗയെ വിവാഹം കഴിപ്പിക്കാണ്ട് നോക്കിയത്. അത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ വിനീത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നിവിൻ പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ വിനീതിനങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിനീത് വന്നിട്ട് ജയപാലനോട് പറഞ്ഞു, അങ്കിൾ എന്താണെന്ന് കാണിച്ചുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറയണമായിരുന്നൊക്കെ പറഞ്ഞു. അത് ചോദിക്കും, നീ ആരടാന്ന് ചോദിച്ചുകൊണ്ട് ജയപാലന് വിനീതിന്റെ നേരെ ചാടിക്കടിച്ചു. അപ്പോഴേക്കും കാവേരി വന്നിട്ട് പറഞ്ഞു, ഈ കല്യാണം നടക്കില്ല അമ്മേ, ഈ കല്യാണം നടക്കില്ലെന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, ഗംഗയെ വിളിച്ചിട്ട് അകത്തേക്ക് കയറിപ്പാൻ പറഞ്ഞു. ആ സമയം ജയപാലൻ തോന്നി പന്തിയല്ലാന്ന്. ജയപാലൻ പെട്ടെന്ന് ശാരദയോട് പറഞ്ഞു, ശാരദ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശാരദയെ കൂട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ജയപാലനെ വിളിച്ച് സിനുവിന്റെ അമ്മാവൻ ചോദിച്ചു, ഈ വിവാഹം നടക്കുമല്ലേ, നിങ്ങൾ എന്തൊക്കെ പരിപാടികളെ കാണിക്കണേ, ഇതൊക്കെ നേരത്തെ പറയേണ്ട കാര്യങ്ങളല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഒരു 5 മിനിറ്റ് ചേട്ടാ, ഞാൻ ഇപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് വന്നോട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ വിവാഹം നടക്കും, ഞാൻ നടത്തും എന്നൊക്കെ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ശാരദയോട് സംസാരിക്കാനായിട്ട് ജയപാലൻ പോകുന്നത്. അങ്ങനെ ശാരദയെ കൂട്ടിക്കൊണ്ട് എന്നിട്ട് ജയപാലൻ പറഞ്ഞു, എന്താ ശാരദ ഇത്? ഞാനത് നേരത്തെ പറഞ്ഞില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം വേണ്ടെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? കോടീശ്വരന്മാരാ, ഇഷ്ടംകൂടാനുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ സിനൂപിനുണ്ട്. പിന്നെ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതല്ല. ഭാര്യ മരിച്ചു പോയിട്ട് ഇത്രയും കാലം അവൻ കാത്തിരുന്നില്ലേ, ഇപ്പോഴല്ലേ അവന് വേറൊരു വിവാഹം വേണമെന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യമായി ശാരദയ്ക്ക്. ശാരദ പറഞ്ഞു, ഇതൊട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. ജയപാലൻ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഗംഗമോൾക്ക് ഈ പറയുന്ന പ്രായമൊന്നുമില്ല. സിനൂപിന് എത്ര പ്രായമുണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു 40 വയസ്സ്. 40 വയസ്സ് എന്നിട്ടോ ഈ വിവാഹത്തിന് ഞങ്ങളുടെ മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ ജയപാലേട്ടൻ കൊണ്ടുവന്ന ആലോചന നല്ല ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വിവാഹം നടത്താൻ പോലും തീരുമാനിച്ച്. എന്നിട്ട് ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു പറഞ്ഞു.
പ്രവീണ വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശാരദ, ഞാൻ നോക്കിയിട്ട് നല്ലൊരു ബന്ധമാണ്. ജയബാലേട്ടന് അറിയാവുന്ന ഒരു അകന്ന ബന്ധത്തിലുള്ള ഫാമിലിയാണ്, പിന്നെ എന്തിനാ ഇത് വേണ്ടാന്ന് വെക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ശാരദയ്ക്ക് നല്ല ദേഷ്യം വന്നു. ശാരദ പറഞ്ഞു, പ്രവീണെ, നിന്റെ മകൾക്കാണെങ്കിൽ നീ ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കുവോ? ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് ഒരു കുട്ടികളെ അത് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. പ്രവീണ പറഞ്ഞു, അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, നീ പിന്നെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ശാരദേ, നിനക്ക് ഒന്നും രണ്ടും അല്ല 4 പെൺകുട്ടികളുള്ളത്. 4 ഇറക്കി വരണ്ടേ? ഒരെണ്ണത്തിന്റെ കാര്യമെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമായില്ലേ? ബാക്കിയുള്ളവരുടെ കാര്യത്തിന് എളുപ്പമുണ്ടല്ലോ. അപ്പൊ പിന്നെ നീ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിട്ട് കാര്യമുണ്ടോ? ഇഷ്ടംപോലെ സ്വത്തുവകളുണ്ട്. അവനും ഗംഗയും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പെൺകുട്ടികളുടെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു. ശാരദ പറഞ്ഞു, എന്താ ജയബാലേട്ടെ പറയണേ? എൻ്റെ അരവിന്ദനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, വാ അങ്ങോട്ടേക്ക് വാ, നമുക്ക് ഈ വിവാഹ നിശ്ചയം നടത്തണ്ടെന്ന് ചോദിച്ചു. ശാരദ പറഞ്ഞു, പറ്റില്ല ജയബാലേട്ട, നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ബുദ്ധിമുട്ടില്ല ശാരദ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ബന്ധം നടന്നില്ലെങ്കിൽ നിന്റെ മോളെ പിന്നെ ആര് കിട്ടാൻ വരുമെന്ന് ഓർത്തണ്ട നീ ഇരിക്കുന്നേ? ആരെങ്കിലും കിട്ടാൻ വരുമോ അവളെ? ഈ ജന്മത്തിൽ നടക്കത്തില്ലാത്ത കാര്യമാണ്. ഇപ്പൊ 2 വിവാഹം മുടങ്ങി, ഇനി ആരെങ്കിലും വരുമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നീ അതങ്ങോട്ട് മാറ്റി വെച്ചാരെ, മര്യാദയ്ക്ക് വരാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, എൻ്റെ മോളെ കെട്ടാനും ആള് വരുമെന്ന് പറഞ്ഞു. ആര് വരുമെന്നാ? ആരും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, എൻ്റെ മോളെ കെട്ടാനായിട്ട് എൻ്റെ മരുമോൻ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയബാലൻ ഒന്ന് ഞെട്ടി. മരുമോനോ? അതെ, എൻ്റെ മരുമോൻ വിനീത് വരും എന്ന് പറഞ്ഞു. ഈ സമയം ജയബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിനീതിന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ അറിയാവുന്നതാണല്ലോ. പിന്നീട് ശാരദ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ജയബാലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഈ സമയത്ത് ഗംഗയുടെ അടുത്ത് യമുനയും കാവേരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഗംഗേച്ചി? ഗംഗേച്ചി ഇനി ഇതിന് സമ്മതിക്കരുത്. ആ ജയബാലനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റും. അപ്പം അമ്മ സമ്മതിച്ചാലും ചേച്ചി ഒരു കാരണവശാലും സമ്മതിക്കരുതെന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതേ ചേച്ചിയുടെയാണ് തീരുമാനം. ഇത്രയൊക്കെ കേട്ടിട്ട് പറഞ്ഞിട്ടും ഇനിയും ചേച്ചി ഈ വിവാഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും കൂടുതലായിട്ടൊന്നും പറയല്ല. ചേച്ചി സാമാന്യം ബോധത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല, പാവമല്ലേ നമ്മുടെ അമ്മ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശാരദ അങ്ങോട്ടേക്ക് വന്നു. ശാരദേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് ദേഷ്യമായി. കാവേരി പറഞ്ഞു, എന്താ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനമായിട്ട് വന്നായിരിക്കും അല്ലേ? അമ്മയ്ക്ക് നാണമുണ്ടോ? ഇപ്പൊ 2ാം കെട്ടുകാരനാ, അയാൾക്കൊരു 10-45 വയസ്സെങ്കിലും വരും. എന്നിട്ടോ അയാളെ കൊണ്ട് നമ്മുടെ ഗംഗേച്ചയെ കെട്ടിക്കാനായിട്ട് അമ്മേ ഇത്ര അധപതിച്ച് പോവല്ലെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയ്ക്ക് ഭയങ്കര വിഷമായി. ഗംഗ ശാരദയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയൊന്ന് പറഞ്ഞാൽ മതി, ചെയ്യാനും ഞാൻ ഒരുക്കുവാ, എനിക്ക് ഒരു പ്രശ്നമില്ല, അമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ മുന്നിലും കഴുത്ത് കുനിച്ചു കൊടുക്കാൻ എനിക്ക് ഒരുക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഗംഗേച്ചി ഇങ്ങനെ പാവമായി പോവരുത്, കുറച്ചൊക്കെ സ്വന്തം കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി കുറേ ദേഷ്യപ്പെട്ടു. പക്ഷേങ്കിൽ ഈ സമയത്ത് ശാരദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ശാരദ എന്നിട്ട് അവരെ നോക്കി, എന്നിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം വിനീതും നിവിനും കൂടെ സംസാരിക്കുമായിരുന്നു. നിവിൻ പറഞ്ഞു, എന്നാലും ഇത് കുറേ കഷ്ടമുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങാനും കല്യാണം നടത്തി വിടുമോയെന്ന് ചോദിച്ചു. വിനീത് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് എന്തേലും പറയാൻ പറ്റുമോ, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമാവും, അതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശാരദയുടെ വരവ്. ശാരദ വിനീതിനോട് പറഞ്ഞു, എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അമ്മായി? മോൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കൈ ഊപ്പുവാണ്, പിന്നീട് കാല് പിടിക്കാൻ ഒരുങ്ങുവാണ്. അമ്മായി കാര്യം എന്താ വെച്ചാൽ പറ മോനെ, എനിക്ക് വേറെ നിവൃത്തിയില്ല, മോൻ എൻ്റെ മോളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി വിനീത്. എന്താ അമ്മായി പറയണമെന്ന് ചോദിച്ചു. അത് മോനെ ചിലപ്പോൾ വിഷമമുണ്ടായിരിക്കും എന്നറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല, എൻ്റെ മോളെ കയ്യൊഴിയിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. വിനീതിൻ്റെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. നീവും വരെ ഞെട്ടിപ്പോവാണ്, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജയബാലിനെ അടിച്ചിറക്കും ശാരദ, നല്ല പണി തന്നെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.